ഇവിടെ ഇവിടെ ഈ പറയുന്ന വസുദേവ കുടുംബകം അല്ലെന്നുണ്ടെങ്കിൽ അതിർത്തികളില്ലാത്ത വിശാലമായ ദേശം, അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ പേരുകളൊന്നും ഇല്ലാത്ത വിശാലമായ ദേശം എന്നൊക്കെ നമുക്ക് പറയാം. മഹത്തായ ചിന്താഗതി. അത് നടപ്പാകൽ താങ്കൾക്ക് അറിയാം. ഉട്ടോപ്യൻ സ്വപ്നമാണ് താങ്കൾക്കും അറിയാം. എന്ത് ഉട്ടോപ്യൻ? ചുമ്മാ അസംബന്ധം എന്നോട് ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. അതിർത്തികൾ ഈ നാട്ടിനകത്ത് രാജാവ് ഉണ്ടായിരുന്നല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഇയാൾ ചോദിച്ചു കഴിഞ്ഞു. ഇല്ല, ഞാൻ ചോദിച്ചില്ല. ആ ന്യായം മനസ്സിലായി. അതല്ല, ഇവിടെ ശാക്തിക ചേരികൾ കൂടുതൽ ബലപ്പെടുന്ന കാലത്ത്, രാഷ്ട്രങ്ങൾ കൂടുതൽ ശക്തമാകുന്ന കാലത്ത് അതിർത്തികളില്ലാത്ത വിശാലമായ സാമ്രാജ്യം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ലെന്നും മൈത്രേ നന്നായി അറിയാം. സാറേ വെറുതെ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. ചോദിക്കണ ചോദ്യം ശരിയായിട്ട് ചോദിക്കാൻ പറയും. തന്നെ പോലുള്ള വിഷയവിവരമില്ലാത്ത മാർക്ക് മാത്രമുള്ള നിലപാടാണ്. അപ്പൊ താങ്കൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ പാകിസ്ഥാനും അതിർത്തികൾ മായാൻ പോകുന്നു, അമേരിക്കയുടെ കാനഡ മെക്സിക്കോ അതിർത്തികൾ മായാൻ പോകുന്നു, വിശാലമായ സ്വർഗം ഉണ്ടാകാൻ പോകുന്നു, താങ്കൾ വിശ്വസിക്കുന്നോ? ഞാൻ വിശ്വാസം ഉള്ള ആളല്ല, വിവരമുള്ള ആളാ. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. പക്ഷെ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റൂ? അപ്പൊ ഇന്ന് താങ്കൾ കരുതുന്നു, അറിയുന്ന ആളാ താങ്കൾ കരുതുന്നു അങ്ങനെ സംഭവിക്കുന്നതല്ല. അതിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ. അത് വെറുതെ ജീവിതമാണ്. വെറുതെ ജീവിതം തന്നെ പോലുള്ള ഇതുപോലെ ഇങ്ങനെ വാചടിക്കുന്നവർക്കുള്ളതാണ്. നടക്കില്ല, അത് നടക്കില്ല. അത് ലോകത്ത് നടക്കത്തില്ല എന്നുള്ളത് തന്നെ പോലുള്ള മനുഷ്യന്മാരുള്ളിടത്തോളം കാലം നടക്കത്തില്ലെന്ന് എനിക്ക് അറിയാം. ഇത് മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സർ. അങ്ങയുടെ വിശാലമായ സ്വപ്നം മാത്രമാണ് സ്ഥിതി സമത്വം എന്ന് പറയുന്നത് പോലെ വിശാലമായി നടക്കാത്ത സ്വപ്നം മാത്രമാണ്. നടക്കാത്ത സ്വപ്നമാണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. അത് ഇയാൾ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. താങ്കളുടെ തീരുമാനം അല്ല. അതെ, പിന്നെ തനിക്ക് താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാ. അല്ല, ഞാൻ തനിക്ക് ഈ വിഷയം ഒന്നും അറിഞ്ഞൂടാതെ ഇവിടെ നിന്നിട്ട് എന്റെ അടുത്ത് ആകത്തില്ല. അല്ല ശ്രീ മൈത്ര, ഞാൻ താങ്കളെ ഉപദേശിക്കാൻ ആളുമല്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഞാൻ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ചോദിച്ചു മനസ്സിലാക്ക്. അല്ല, ചോദിച്ചു മനസ്സിലാക്കാനുള്ള കാര്യമല്ല ഇത്. അല്ല, അപ്പൊ പിന്നെ അത് ഇയാൾക്ക് തീരുമാനം ഇവിടെ ഉള്ളു. അയ്യോ ചേട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു ഉദ്ദേശം എനിക്ക് മനസ്സിലായി. മൂപ്പര് സംസാരിക്കുന്നത് എന്തായാലും തലകുലിക്ക് സമ്മതിക്കുക. താങ്കളുടെ സ്വപ്നത്തിൽ ഈ രാജ്യത്തിന്റെ അതിർത്തികളൊക്കെ വിശാലമായ എനിക്ക് നല്ല വിവരമുള്ള മണ്ടത്തരമാണ്, നടക്കാൻ പോകുന്നില്ല. അതാ പറഞ്ഞ തന്നെ പോലെ മണ്ടന്മാരിരുന്ന് ഇതേപോലെ ചോദിക്കുമ്പോ ഇതുപോലെ പറയുന്ന സമയത്ത് അത് വിവരത്തോടെ പറഞ്ഞു തരാൻ അറിയുന്ന ആളാണ്. എന്നോട് ചോദിച്ചു മനസ്സിലാക്ക്. എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ. കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്നുരുളുക. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഇഷ്യൂ വരുന്ന സമയത്ത് തമിഴിനും മലയാളിയായിട്ട് സംസാരിക്കുമല്ലോ. യുദ്ധമുണ്ടോ? യുദ്ധമില്ല. കാവേരിയും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന വെള്ളത്തിന്റെ കാര്യം വരുന്ന സമയത്ത് തമിഴ്നാട്ടുകാരും കർണാടകക്കാരും മഴക്കിടുന്നുണ്ടല്ലോ. യുദ്ധമുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടുന്ന് പഞ്ചാബ് വരെ യുദ്ധമില്ലാതായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് യുദ്ധം പറയുന്നത്. ബുദ്ധിയും ശക്തിയുള്ളവരായിരിക്കണം. എന്റെ കാലം എന്താണ് ഇപ്പൊ അങ്ങനെ പറയരുത്. എന്നോട് ഇയാൾ ചോദിച്ചു, ഇയാൾ പറഞ്ഞു കഴിഞ്ഞാണ് മിണ്ടരുത്. അധികം സംസാരിക്കണ്ട. അമേരിക്കയിലുള്ളതുപോലെ ക്യാപിറ്റലിസം വന്നാലേ നിന്റെ ഒക്കെ നാവടപ്പിക്കാൻ പറ്റും. ഇവിടെ നിന്ന് പഞ്ചാബ് വരെ യാത്ര ചെയ്യുന്ന സമയത്ത് 1000 യുദ്ധം ചെയ്യേണ്ടിയിരുന്ന ഒരു ലോകമായിരുന്നത്. ആ സ്ഥലത്ത് നിന്ന് ആ യുദ്ധങ്ങൾ ഒഴിവായിപ്പോയി. 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും ട്രെഞ്ച് വാർഫെയർ നടത്തിയ സ്ഥലമാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. ആ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചുകാരും ജർമ്മൻകാരും ഇന്ന് അവിടെ ചെങ്കൻ വിസയിൽ 28 രാജ്യത്തിനകത്ത് നടന്നു പോവാം. ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് കാണാതെ അതിർത്തി ഭയങ്കര സംഭവമാണെന്നൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും തനിക്ക് അസാമാന്യമായ വിവരക്കേടുണ്ടെങ്കിലേ പറ്റൂ. ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. ഈ വിശാലമായ ശാന്തി കളയാടുന്നതുകൊണ്ടാണ് താൻ കോട്ടിട്ട് നിൽക്കുന്നത്. ഞാൻ ഇത് പ്രൊവോക്കഡ് അല്ല, വിവരത്തോടെ പറയുകയാണ്. ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ പറയുന്നത് ചോദ്യം ചോദിക്കുന്ന ആളെ വിവരക്കേട് എന്നൊക്കെ പറയുന്നത് ചീപ്പ് ഷോട്ട് അല്ലേ? അങ്ങനെ പറയും ആവർത്തിക്കുന്നതുകൊണ്ടാണ്. ഒരു നിലപാട് നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന സമയത്ത് വിഷയം വികസിക്കണം. എന്താ അവന് വിവരം മനസ്സിലാവാത്തത്? അതിനു പകരം ഇന്ന് 800 കോടിക്കകത്ത് 100 കോടിയെ പട്ടിണിയുള്ളൂ. ഇത് മാറി ലോകത്ത് മെച്ചപ്പെട്ട ലോകമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അത് മുഴുവൻ കുഴപ്പമാണെന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ വിശ്വാസമല്ലേ? ഇല്ല, തീരെ ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ അങ്ങനല്ല. ഞാൻ പറഞ്ഞ രാജ്യത്തിന് അതിർത്തികളില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ പറയുന്നത് 100 കണക്കിന് അതിർത്തികൾ മാഞ്ഞു പോയതാണ് ഇന്ത്യ. താങ്കൾ പറയുന്നത് ഇയാള് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ലോകത്ത് മനുഷ്യന്മാര് പരസ്പരം പരിചയമുള്ളവരും അറിവുള്ളവരും ഒപ്പം തന്നെ
അപ്പുറത്തിരിക്കുന്ന ആള് നമ്മുടെ സാധനം വാങ്ങേണ്ട ആളാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്ന കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇതുകൊണ്ടാണ് ഒരു യുദ്ധം ഉണ്ടായി തുടങ്ങിയാൽ പോലും പെട്ടെന്ന് നിർത്തുന്നത് വ്യാപാരത്തിനും വ്യവസായത്തിനും തടസ്സമായി മാറും എന്നുള്ള മനുഷ്യ തിരിച്ചറിവ് കൊണ്ടാണ്. ഈ മേഖലകളെ പറ്റിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും